പാലക്കാടത്തെ ബിരിയാണി പോലെ തന്നെ അവിടുത്തെ ഈ സാലഡ് ഭയങ്കര ഫേമസ് തന്നെയല്ലേ. എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് ഇതന്നെ റെഡിയാക്കി എടുത്താലോ. ഇത് ബിരിയാണീൻ്റെ നെയ്ച്ചോറിനൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി തന്നെ കേട്ടോ. ഇത് ബിരിയാണീൻ്റെ നെയ്ച്ചോറിനൊക്കെ കൂടെ കഴിക്കാൻ ഉണ്ടാവുമോ എന്നാണ് കേട്ടോ എൻ്റെ ഡൗട്ട്. അതിന് മുമ്പേ ഇത് കാലിയായിട്ടുണ്ടാവും കേട്ടോ. എന്നാൽ പിന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതിനാദ്യമായിട്ട് വേണ്ടത് ഇതേപോലെ ഇളം പഴുപ്പുള്ള മാങ്ങയില്ലേ, അതെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അധികം പകുത്തും പോർത്ത് എന്നാൽ പിന്നെ അധികം പച്ചയാവരുത് കേട്ടോ. എന്നതിന് ശേഷം ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടില്ലേ അതിട്ട് കൊടുക്കാം. തൊലിയോടെ കട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ തൊലി കളഞ്ഞിട്ട് ഇട്ടത്. പിന്നെ ക്യാരറ്റും ഇതേപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് എരിവിന് ആവശ്യം ഞാൻ ഇപ്പോൾ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം പഞ്ചസാരയില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ചധികം തന്നെ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സുർക്കയില്ലേ അതൊഴിച്ച് കൊടുക്കാം. എന്നതിന് ശേഷം ചൂടുവെള്ളമില്ലേ നല്ല ചൂടായിട്ടുള്ള ചൂടുവെള്ളം അതൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം വെച്ചിട്ട് നമുക്കിത് ബോട്ടിലേക്ക് മാറ്റാം കേട്ടോ. ഇത് ബോട്ടിലേക്ക് ഒന്നും മാറ്റിയിട്ടുണ്ടാവില്ല, അപ്പോഴത്തേക്കിന് ഇത് കാലിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് വരെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ.